ഇത് 1 kVയുടെ ഒരു ഇൻവേർട്ടറാണ്. ഇതിൽ 150 AHൻ്റെ ബാറ്ററിയും 1 kVയുടെ പാനലുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 3 കളറുകൾ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. 3 കളറുകൾ 3 മോഡുകളാണ്. നമുക്ക് കളർ മോഡ് നോക്കി തന്നെ ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. മറ്റുള്ള ഇൻവേർട്ടറുകളിലൊന്നും തന്നെ ഇങ്ങനെയൊരു സൗകര്യം കണ്ടിട്ടില്ല. ഇതിൽ ആദ്യത്തെ കളർ റെഡാണ്. റെഡിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫോൾട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ റെഡായിരിക്കും കളറ് കാണിക്കുക. പിന്നെ വരുന്നത് ഗ്രീൻ കളറാണ്. ഗ്രീൻ കളർ കാണിക്കുന്നത് നമ്മുടെ ഇൻവേർട്ടർ സോളാറിലും ബാറ്ററിയിലും ഷെയർ ചെയ്തിട്ടാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറായിരിക്കും കാണിക്കുക. അതിനുശേഷം പിന്നെ കളർ വരുന്നത് ഓറഞ്ചാണ്. ഓറഞ്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻവേർട്ടർ ഇലക്ട്രിസിറ്റിയിലും സോളാറിലും ഷെയർ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മളിവിടെ KSEBിയുടെ ലൈൻ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഗ്രീൻ കളറാണ് കാണിക്കുന്നത്. നമ്മൾ KSEBിയുടെ ലൈൻ ഓണാക്കുന്ന സമയത്ത് ഇത് ഗ്രീന് മാറിയിട്ട് ഓറഞ്ച് കളറിലേക്ക് ചേഞ്ച് ആവും. സോളാർ പാനലിൽ നിന്ന് ആവശ്യത്തിന് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ KSEB ലൈൻ ഓണാക്കിയാലും അതിൽ പെട്ടെന്ന് ഇൻഡിക്കേഷൻ മാറില്ല. കാരണം അതിൽ KSEBിൻ്റെ ആവശ്യം വരാത്തതുകൊണ്ട് അതിൽ ഇൻഡിക്കേഷൻ പച്ചയായിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും. KSEB നിന്നാണ് ഇതിലേക്ക് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പച്ച മാറിയിട്ട് റെഡ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ ഇൻവേർട്ടറിലെ സ്വിച്ചസിൻ്റെ പർപ്പസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഈ സ്വിച്ചസ് എല്ലാം തന്നെ മൾട്ടി പർപ്പസ് ആണ്. ഓരോ തവണ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴും ഓരോ മോഡിലുള്ള ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിൽ ടോപ്പിലത്തെ ഒന്നാമത്തെ സ്വിച്ച് എന്ന് പറയുന്നത് IT മോഡ് സ്വിച്ചാണ്. ഈ IT മോഡിന് എനാബിൾ ഡിസേബിൾ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഈ IT മോഡ് എന്നത് നമുക്ക് വീട്ടിലൊക്കെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഉപയോഗപ്രദമാണ്. കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവർക്കുള്ള ഒരു ഫെസിലിറ്റിയാണിത്. അതായത് നമ്മുടെ സാധാരണ ഒരു UPS വർക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുക. ഇത് എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബട്ടണിൽ ഒരു 3 പ്രാവശ്യം അടുപ്പിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എനേബിളും ഡിസേബിളും ആവുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ 3 വട്ടം പ്രസ് ചെയ്യുമ്പോൾ UPS മോഡ് ഓണായി ഡിസ്പ്ലേയിൽ അത് കാണിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ 3 പ്രാവശ്യം വീണ്ടും പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ UPS മോഡ് ഓഫ് ആവുന്നത് നമ്മൾക്ക് കാണാൻ പറ്റും. സാധാരണ വീടുകളിൽ UPS മോഡ് ഓണാക്കി ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ബാറ്ററി ബാക്കപ്പ് കുറയാൻ അത് കാരണമാകും. ഓഫീസുകളിലൊക്കെയാണ് ഇതിൻ്റെ ഒരു ഉപയോഗം വരിക. പിന്നെ ഇതിനകത്ത് 3 ടൈപ്പ് ബാറ്ററികൾ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. SMF, അതുപോലെ ട്യൂബുലാർ, പിന്നെ നമുക്ക് ജെൽ ബാറ്ററി വേണമെങ്കിലും കൊടുക്കാം. അതും ഈ ഒരു ഇൻവേർട്ടറിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഗുണമാണ്. ട്യൂബുലാർ ബാറ്ററി ആണ് നോർമലി വരുന്നത്. നമുക്ക് SMF ആണെങ്കിലും ഇത് 3 തവണ അടുപ്പിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ SMF ബാറ്ററിയിലോട്ട് അത് മാറുന്നത് നമുക്ക് കാണാം. ഇത് തന്നെ നമുക്ക് റിവേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ 3 പ്രാവശ്യം ഈ ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റിവേഴ്സ് ട്യൂബുലാറിലേക്ക് തന്നെ ഓണായി മാറുന്നത് കാണാൻ പറ്റും. പിന്നെ പവർ ബട്ടൺ കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നത് ബൂസ്റ്റ് ചാർജ് എനേബിൾ ഡിസേബിൾ ബട്ടനാണ്. ബൂസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും കറണ്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാറ്ററി എപ്പോഴും പെട്ടെന്ന് ചാർജ് ചെയ്ത് നിർത്താൻ വേണ്ടി ഉള്ളൊരു മോഡാണിത്. അതിപ്പോൾ സോളാറിലാണെങ്കിലും ഇലക്ട്രിസിറ്റിയിലാണെങ്കിലും ശരി, ഏതിൽ നിന്നാണെങ്കിലും പവർ കിട്ടുന്നവിടെ നിന്ന് എപ്പോഴും ബാറ്ററി പെട്ടെന്ന് ചാർജ് ചെയ്ത് ബാറ്ററി ഫുള്ളാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന് താഴെയായിട്ട് ഒരു ജനറേറ്റർ മോഡ് എനേബിൾ ഡിസേബിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ എനേബിളും ഡിസേബിളും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനേബിളും ഡിസേബിളുമായി മാറുന്നതാണ്. അതുപോലെ ഗ്രിഡ് ചാർജിൽ നിന്ന് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിൽ തന്നിട്ടുണ്ട്.
അതായത് ഇലക്ട്രിസിറ്റിയിൽ നിന്നുള്ള ചാർജിങ് നമുക്ക് ഓഫ് ചെയ്തിടാൻ പറ്റും. സാധാരണ ഒരു സോളാർ ഇൻവേർട്ടറുകളിലൊന്നും കാണാത്തൊരു ഓപ്ഷൻസ് ആണിത്. നമുക്ക് സോളാറിൽ നിന്ന് മാത്രം ചാർജ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇലക്ട്രിസിറ്റി അത് ഓഫ് ചെയ്തിട്ടിട്ട് സോളാറിൽ നിന്ന് മാത്രം ചാർജ് ചെയ്ത് ഇടാൻ പറ്റും. ഈ ഒരു മോഡ് നമുക്കതിന് യൂസ് ചെയ്യാം. ഇത് ഏറ്റവും കൂടുതൽ ഉപകാരം വരുന്നത് ഷോപ്പുകളിലൊക്കെയാണ്. ഷോപ്പുകൾ രാവിലെ ഒരു 10 തൊട്ട് 5 മണി വരെയൊക്കെയാണ് ഉണ്ടാവുക. ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്തിട്ടാൽ വളരെയധികം ലാഭം ഉണ്ടാകുന്നതാണ്. ഇലക്ട്രിസിറ്റി ചാർജ് തീരെ ഉണ്ടാവില്ല. പകൽ സമയത്ത് എന്തായാലും സോളാർ ഉണ്ടാവും. ആ സമയത്ത് സോളാറിൽ നിന്ന് നമുക്ക് പകലുള്ള ലോഡും ബാറ്ററി ചാർജിങ് എല്ലാം അതിൽ നടക്കും. അതുപോലെ ഇതിൽ വേറെ വരുന്നത്, ഇത് ഫുൾ ഫങ്ഷൻ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. നമുക്ക് ഇതിൽ ഏറ്റവും താഴത്തെ അവസാനത്തെ ഈ സ്വിച്ചിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിൻ്റെ വാല്യൂസ് ഹോൾഡ് ചെയ്ത് നിൽക്കും. ഇപ്പോൾ ഇങ്ങനെ മാറി മാറി പോകുന്നത് നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വാല്യൂസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്തിട്ട് നോക്കാൻ പറ്റും. ഇതിൽ എത്ര പ്രൊഡക്ഷൻ നമ്മൾക്ക് കിട്ടുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ആംസ് എടുത്തിട്ട് ആംസ് ഇൻറ്റു വോൾട്ടേജ് മൾട്ടിപ്ലൈ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എത്ര യൂണിറ്റ് വരെ ഉപയോഗിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേയിൽ നമുക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ ഇൻവേർട്ടറിൽ വരുന്ന ഏറ്റവും ഒരു നല്ല ഗുണം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഇത് 3 മോഡുകളായിട്ട് സെറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. ഒന്നാമത് വരുന്നത് സ്മാർട്ട് മോഡ്, 2 PCU മോഡ്, 3 ഹൈബ്രിഡ് മോഡ്. സ്മാർട്ട് മോഡും PCU മോഡൊക്കെ നമ്മൾ അർബൻ ഏരിയകളിലാണ് യൂസ് ചെയ്യുന്നത്. ഈ സ്മാർട്ട് മോഡിൽ നമ്മൾ സോളാറിനാണ് ആദ്യം പ്രിഫറൻസ് നൽകുക. ലോഡാണെങ്കിലും ബാറ്ററി ചാർജിങ് ആണെങ്കിലും സോളാറിൽ വർക്ക് ചെയ്യും. അതുപോലെ വൈകുന്നേരം സോളാർ പോയി കഴിയുമ്പോൾ നേരെ അത് ഇലക്ട്രിസിറ്റിയിലേക്ക് പോകും. ബാറ്ററി യൂസ് ചെയ്യില്ല. ബാറ്ററി കറണ്ട് പോകുന്ന സമയത്ത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇതൊരു മോഡ്. രണ്ടാമത്തെ മോഡ് എന്ന് പറയുന്നത് PCU മോഡാണ്. PCU മോഡിൽ സോളാർ വൈകുന്നേരങ്ങളിൽ പോയി കഴിയുന്ന സമയത്ത് ബാറ്ററിയിലേക്ക് അത് ചേഞ്ച് ആയിട്ട് ബാറ്ററിയിലൊരു 60% വരെ അത് വർക്ക് ചെയ്യും. ശേഷം നേരെ അത് ഇലക്ട്രിസിറ്റിയിലേക്ക് മാറും. മൂന്നാമത്തെ മോഡ് ഹൈബ്രിഡ് മോഡാണ്. ഹൈബ്രിഡ് മോഡിൽ നമുക്ക് പ്രിഫറൻസ് ആദ്യം വരുന്നത് KCBക്കാണ്. അത് കഴിഞ്ഞ് സോളാർ, പിന്നെ ബാറ്ററി. അങ്ങനെയാണ് ഹൈബ്രിഡ് മോഡിൽ വരുന്നത്. ഹൈബ്രിഡ് മോഡിൽ ബാറ്ററി എപ്പോഴും ചാർജ് ചെയ്ത് നിർത്തും. അത് ഇലക്ട്രിസിറ്റിയിൽ നിന്നാണെങ്കിലും ശരി, സോളാറിൽ നിന്നാണെങ്കിലും ശരി, ബാറ്ററി എപ്പോഴും ചാർജാക്കി നിർത്തും. ആദ്യം ലോഡ് എടുക്കുന്നത് ഇലക്ട്രിസിറ്റിയിൽ നിന്നായിരിക്കും, അതിനുശേഷം സോളാറിൽ നിന്ന് എടുക്കും. പിന്നെ കറണ്ട് പോകുന്ന സമയത്ത് ബാറ്ററി യൂസ് ചെയ്യും. ഇവിടെ ഈ ഇൻവേർട്ടറിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് ഏത് മോഡിലാണ് ഇപ്പോൾ കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മളിവിടെ സ്മാർട്ട് മോഡിലാണ് ഇട്ടിരിക്കുന്നത്. ഇലക്ട്രിസിറ്റിയുടെ യൂസേജ് പരമാവധി ഒഴിവാക്കാനാണ് ഇത് ചെയ്തിരിക്കുന്നത്, സ്മാർട്ട് മോഡിൽ ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഓഫീസ് ആയതുകൊണ്ട് ഡേ ടൈം മാത്രമേ നമുക്ക് അധികം ലോഡ് ആവശ്യമായിട്ട് വരികയുള്ളൂ. നമ്മൾ ഡേ ടൈമിലായിരിക്കും ലോഡ് അധികം എടുക്കുകയുള്ളൂ. അതുകൊണ്ട് സോളാറിൻ്റെ ലൈറ്റ് പോയി കഴിയുമ്പോൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യേണ്ട ആവശ്യം അധികം വരാറില്ല. അതുപോലെ ഇതിൽ 3 പാനൽ വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 24 വോൾട്ടിൻ്റെ പാനലാണെങ്കിൽ 3 പാനൽ 1000 വാട്ട്സ് വരെ, 330ൻ്റെ 3 പാനൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ 3 മോഡൽസ് വരുന്നത് 330ൻ്റെ പാനൽ വെച്ചിട്ടുള്ള മോഡലുണ്ട്, അതുപോലെ 660ൻ്റെ പാനൽ വെച്ചിട്ടുള്ള മോഡലുണ്ട്, പിന്നെ 1000 വാട്ട്സിൻ്റെ പാനൽ വെച്ചിട്ടുള്ള മോഡലും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് 330ൻ്റെ പാനൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു ഇൻവേർട്ടർ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഡെയിലി ഒരു 2 യൂണിറ്റ് വൈദ്യുതിയെങ്കിലും അത് എടുക്കും. അങ്ങനെ ആകുമ്പോൾ ഒരു 600 രൂപ വരെയൊക്കെ നമുക്ക് കറണ്ട് ബില്ല് അത് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു 330ൻ്റെ പാനൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാനുള്ളത് ലാഭിക്കാൻ പറ്റും.
330ൻ്റെ 2 പാനൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പകല് ബാറ്ററി ചാർജിങ്ങിന് ശേഷം ഒരു 10-11 മണി ആകുമ്പോൾ തന്നെ ബാറ്ററി ചാർജ് ആവും. അതിനുശേഷം വീട്ടിൽ ഇൻവേർട്ടറിൽ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളെല്ലാം തന്നെ അത്യാവശ്യം ഉപയോഗിക്കാനും സാധിക്കും. ഒരു 2000-3000 ഒക്കെ കറണ്ട് ബില്ല് വരുന്നവർക്ക് ഇത് പ്രകാരം നല്ലൊരു രീതിയിൽ തന്നെ അവർക്ക് കറണ്ട് ബില്ലിൽ ചേഞ്ച് വരുത്താൻ സാധിക്കും. ഇത് വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ PCU മോഡിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ ലാഭകരം. കാരണം നമ്മളൊരു സോളാർ ഇൻവേർട്ടറിലൊക്കെ 2 ബാറ്ററി വെക്കണം ഇത്രയും ഒരു യൂണിറ്റ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ. കാരണം സാധാരണ ഇൻവേർട്ടറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 600 വാട്ട്സ് വരെയൊക്കെ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ നമുക്കൊരു 1000 വാട്ട്സ് വരെയൊക്കെ സോളാർ കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് 2 ബാറ്ററിയുടെ എഫക്റ്റ് കിട്ടും. അതായത് പകൽ സമയങ്ങളിൽ സോളാറിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു ബാറ്ററിയുടെ ഉപയോഗം അതിൽ തന്നെ നടക്കും. ഡെയിലി ഒരു 4-5 യൂണിറ്റൊക്കെ ഉപയോഗിക്കുന്ന വീടുകളും കടകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം ഇതിൻ്റെ ഒരു കിലോ വാട്ടിൻ്റെ പാനൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 4 യൂണിറ്റ് 4.5 യൂണിറ്റ് നല്ല വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 5 യൂണിറ്റ് വരെയൊക്കെ നമുക്ക് പ്രൊഡക്ഷൻസ് കിട്ടാറുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു രീതിയിൽ തന്നെ നമ്മൾക്ക് കറണ്ട് ബില്ല് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിന്ന് മാർക്കറ്റിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല സോളാർ ഇൻവേർട്ടറുകളിൽ ഒന്നാണ്. 2 വർഷമാണ് ഈ ഇൻവേർട്ടറിൻ്റെ വാറൻറ്റി വരുന്നത്. ബാറ്ററിക്ക് 3 വർഷം വാറൻറ്റി ഉള്ളതുണ്ട്. 5 വർഷം റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി ഉള്ള ബാറ്ററികളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.